വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 2 ഡെലിവറിയും ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് ചിലവരൊക്കെ പറഞ്ഞു ചേച്ചി അതൊന്ന് ചെയ്യുമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡെലിവറി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. രണ്ടും നമ്മുടെ തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അത് ഹോസ്പിറ്റൽ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോയ്ക്ക് പോകാൻ വെച്ചാൽ ഒരു 50 രൂപ അത്രയ്ക്കുള്ളൂ. അപ്പോൾ അത്ര അടുത്താണ്. അപ്പോൾ നമുക്ക് എൻ്റെ വീടിൻ്റെ ചുറ്റും ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ വീടിൻ്റെ ബാക്കിലത്തെ വീട്ടിൽ ചേച്ചി അവിടെ തന്നെയാണ് 4 ഡെലിവറിയും കഴിഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഡോക്ടേഴ്സാണ്, നഴ്സുമാരായാലും നല്ല തന്നെയാണ്. അപ്പോൾ എവിടെയായാലും നമ്മൾ പ്രസവിച്ചെല്ലാം മതിയാവുള്ളൂ. അപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് പണി നടക്കണ കാരണം ഞാൻ റൂം കണ്ടിട്ടില്ല കേട്ടോ അവിടുത്തെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വലിയ മെഡിക്കൽ കോളേജിലൊക്കെ ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് AC റൂം പല വിധത്തിലുള്ള റൂമുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പണി നടക്കായിരുന്നാണെന്ന് പറഞ്ഞത് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടർക്ക് കാണിച്ചു. ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഡെലിവറിക്ക് ലേബർ റൂമിലേക്ക് പോയി. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയില്ലാത്ത ആയിട്ടുണ്ടാവാം. കാരണം നല്ല 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 സിസ്റ്റർമാരൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് എന്നെ സമാധാനിപ്പിക്കലും കൈ തടവി തരലും ഇപ്പം എന്നോട് മോളെ പേടിക്കണ്ട, സാരമില്ല, വേദന ആയിട്ടില്ല, ഉണ്ണി വരാറായിട്ടില്ല എന്നൊക്കെ നമ്മളങ്ങനെ ആശ്വസിപ്പിച്ച് എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു ആദ്യത്തെ ഡെലിവറിയിലേക്ക് കേട്ടോ. അപ്പോൾ പിന്നെ ഡോക്ടേഴ്സ് ആയാലും നല്ല ഡോക്ടർമാരായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാടിക്കൊക്കെ മാറി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആദ്യത്തെ ഡെലിവറിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഡെലിവറി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ടെൻഷനായിരുന്നു. കാരണം കറക്റ്റ് സമയത്ത് പ്രസവിക്കുക വെച്ചാൽ നേരം വൈകി ഓപ്പറേഷൻ ചെയ്യൂ. കാരണം ഉണ്ണിക്ക് ഇത്തിരി വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ 3500 ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണി. കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പം ഡോക്ടർ എന്നോട് എൻ്റെ വയറ് നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ണി കുറച്ച് വലിപ്പം കൂടുതലാണ്, ചിലപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രസവ വേദന സഹിച്ച് പിന്നെ ഓപ്പറേഷൻ ചെയ്യണോ അങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡെലിവറിക്ക് എനിക്ക് കുറച്ച് നമ്മുടെ എൻ്റെ ഗീത ഡോക്ടർ. അപ്പം നമ്മളിങ്ങനെ എൻ്റെ വെള്ളം ഫ്ലൂയിഡൊന്നും പൊട്ടിണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ചെറിയ മര്യാദയ്ക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. പിന്നെ നഴ്സുമാരെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് രണ്ടാമത്തെ ഡെലിവറിക്ക് ഭയങ്കര സീരിയസ് ആയിരുന്നു അവിടുത്തെ നഴ്സുമാർ. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളടുത്ത് വർത്താനം പറയില്ലേ, നമ്മളിപ്പോൾ വെറുതെ കരഞ്ഞാൽ അവർ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ അപ്പോൾ അവരവരുടെ കാര്യം നോക്കി നടക്കുക, നമ്മളടുത്ത് വന്ന് വർത്താനം പറയുക ഒന്നുമില്ല. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായിട്ടാണ്. കാരണം ഒരാൾ പോലും നമ്മളടുത്ത് ഇല്ലല്ലോ, എന്നുവെച്ചാൽ നമുക്ക് വീട്ടുകാരും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ആ സിസ്റ്റർമാരോടൊന്നും സംസാരിക്കില്ല. അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കാത്ത കാരണം നമ്മൾ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ അപ്പുറത്തെ ആ ചേച്ചിമാരൊക്കെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ എൻ്റെ വാർഡിലുണ്ടായിരുന്ന നമ്മൾ രാത്രി പ്രസവിക്കാൻ 2-3 പേരുണ്ടായിരുന്നു. അതൊരാൾക്ക് അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹാർട്ട് ബീറ്റ് നോക്കും. അപ്പോൾ ഹാർട്ട് ബീറ്റ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി ആ കൊച്ചിനെ എന്നിട്ട് ഒരു 1 മണി നേരത്ത് ആംബുലൻസൊക്കെ വിളിച്ചിട്ട് അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവർ അനക്കം നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കുട്ടി അനങ്ങുന്നുണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് അനക്കം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ രാത്രിയായിട്ടും കുട്ടി അനങ്ങിയിട്ടില്ല. എൻ്റെ രാത്രിയാണ് ഈ കുട്ടിയോട് പറഞ്ഞത് കുട്ടി അനക്കല്ല, നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാമെന്ന്. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. കാരണം അപ്പം അവിടുത്തെ എല്ലാ പേഷ്യൻസിനും വിഷമമായിട്ടാണ്.
അവിടുത്തെ എല്ലാ പേഷ്യൻസും വിഷമമായി. കാരണം രാവിലെ തൊട്ട് ആ കുട്ടി നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കുട്ടി അനങ്ങണില്ല. രാവിലെ തൊട്ട് അനങ്ങണില്ല കുട്ടി. ആ കുട്ടിക്ക് അറിയാമല്ലോ കുട്ടി അനങ്ങണില്ലായിരുന്നു. പക്ഷെ ഇവർ പറയുന്നത് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് ബീറ്റിൻ്റെ അല്ലാണ്ട് സെറ്റാണെന്നൊക്കെ ആ കുട്ടിയോട് പറയുന്നത്. പിന്നെ അവസാനം 1 മണി നേരത്തെ കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നഴ്സുമാരുടെ ഭാഗത്തുണ്ടാവും തെറ്റ്, ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുണ്ടാവും. കാരണം പിന്നെ വേറെ ഒരു കുട്ടി 5ാമത്തെ മാസമായിട്ട് അബോഷനായിട്ട് അതിനെ പ്രസവിപ്പിച്ച് പിന്നെ അതിനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. അങ്ങനെ 2-3 കേസുകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. പിന്നെ നമ്മളറിയാത്ത കുറേ കേസുകളൊക്കെ ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. പിന്നെ നമ്മളറിയാത്ത കാരണമാണത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഡെലിവറിക്ക് പോകുമ്പോഴാണ് നമ്മൾ അവിടുത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പ്രസവിക്കാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവില്ല. കാരണം നമ്മുടെ ഒരു ജീവന് അവരധികം വില കൽപ്പിക്കുന്നില്ല. ചില ആൾക്കാരൊക്കെ നല്ല ഡോക്ടേഴ്സാണ്, നല്ല നഴ്സുമാരാണ്. പക്ഷെ ചില ആൾക്കാരുടെ വിചാരം അവർ വെച്ച് പണിത ആശുപത്രിയാണെന്നുള്ള ഇതിൽ അവരുടെ നടത്താം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ. പിന്നെ അവർ പറയണ പോലെ കേൾക്കണം. നമ്മുടെ ഇഷ്ടത്തിനൊന്നും നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറയണ പോലെ ചെയ്യണം. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. പിന്നെയെന്ന് പറയുന്നത് നമുക്കൊരാളെ കാണാനോ അതെനിക്ക് ഭയങ്കര, നമ്മുടെ ഹസ്ബൻഡിനെ മുകളിലേക്ക് കയറ്റാനോ അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരാൾ ബൈസ്റ്റാൻഡർ, പിന്നെ വാർഡിലാണ് നിൽക്കണത്, റൂമും കൂടെ ഇല്ല. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കെന്ന് പറയുന്നത് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നത് ഹസ്ബൻഡിന് ഉണ്ണീനെ കാണിക്കാൻ പറ്റില്ല. 3ാമത്തെ ദിവസമാണ് തൊടുക, നമ്മൾ കുട്ടീനൊന്ന് കൊടുക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ BCG എടുക്കാൻ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകും. അപ്പം നമുക്ക് ഹസ്ബൻഡിനെ വിളിക്കാം. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ മൊത്തത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എനിക്ക് ഓക്കെയാണ്. പക്ഷെ 2ാമത്തെ ഡെലിവറിക്ക് എനിക്ക് അത്ര സാറ്റിസ്ഫൈ ആയില്ല ഞാൻ. പിന്നെ ആദ്യത്തെ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് ഞാൻ പോയി. 2ാമത്തെ ആയപ്പോൾ എനിക്ക് ഒരു ഇതായിപ്പോയി. പിന്നെ അവിടുത്തെ കുറേ പഠിക്കണ നഴ്സുമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കുറ്റം പറയുന്നല്ല, എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. പക്ഷെ ഇനി ഞാൻ നമ്മൾ എപ്പോഴും നമുക്ക് വൈകിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോവുക. പക്ഷേ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ അത് ചിലരുടെ കാര്യമില്ലല്ലോ. കാരണം നമ്മൾ അത്രയും കെയർ ചെയ്താൽ നമുക്ക് അത്രയും സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അവർ നമ്മളെ ശ്രദ്ധിക്കാത്ത പക്ഷം നമ്മൾക്ക് ടെൻഷനിലുണ്ടാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇത്ര അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.